ഇത് റെഡ് തേൻവരിക്ക പ്ലാവാണ്. 5-6 മാസം മുന്നേ ഇതിൽ ലെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഇതുവരെ അത് ക്ലിക്കായിട്ടില്ല. അപ്പോൾ അത് വലിച്ചു പറിച്ച് കളഞ്ഞുകൊണ്ട് വീണ്ടും ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലാവിൽ നമ്മൾ ലെയർ ചെയ്യാൻ സമയത്ത് ഇതുപോലെ ചുറ്റും ഒരു ഒറ്റ ലൈന് മാത്രമേ മുറിവ് ഉണ്ടാക്കുകയുള്ളൂ. സാധാരണ ഫലവൃക്ഷങ്ങൾ ചെയ്യുന്ന പോലെ ഒരുപാട്, അതായത് 3 ഇഞ്ച് നീളത്തിലൊന്നും കട്ട് ചെയ്ത് ഒഴിവാക്കില്ല. ഒരൊറ്റ ലൈന് മാത്രമേ ഇടുകയുള്ളൂ. അതിനുശേഷം നമ്മളെ കയ്യിലുള്ള റൂട്ട് ഹോർമോൺ തേച്ച് കൊടുക്കും. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ ചകിരിച്ചോറ്, ചാണകം, മണ്ണും പാടെ മിക്സ് ചെയ്ത് അത് ഇതുപോലെ കട്ട് ചെയ്തങ്ങാണ്ട് ആ മുറിവിലേക്ക് വെച്ചുകൊണ്ട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് മാക്സിമം ടൈറ്റ് ആയിങ്ങാണ്ട് വേണം ചെയ്യാൻ. നമ്മുടെ ഈ കെട്ടിൻ്റെ, അതായത് നമ്മളുണ്ടാക്കിയ മിശ്രിതം എത്ര ടൈറ്റിൽ കെട്ടി കൊടുക്കുന്നോ അതിൻ്റെ തോതനുസരിച്ചാണ് ഇത് വിജയിക്കാനുള്ള ശതമാനം കൂടുക. അപ്പോൾ അത് നമ്മൾ മാക്സിമം തന്നെ ടൈറ്റാക്കി കെട്ടിക്കൊടുത്ത് ശ്രദ്ധിക്കണം. ചെറിയ കുഞ്ഞു കവറിലാണ് ഈ നമ്മൾ ഉണ്ടാക്കുന്ന മിശ്രിതം നിറച്ചങ്ങാണ്ട് അത് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിൽ വെച്ച് കെട്ടുന്നത്. അപ്പോൾ കെട്ടുന്ന സമയത്ത് അതിൽ ഈ ബാഗിൽ, ചെറിയ കുഞ്ഞു ബാഗ് കവറിൽ ഉണ്ടാക്കുന്ന മുറിവ് വലുതായി കഴിഞ്ഞാൽ ഈ വലിച്ച് കെട്ടുന്ന സമയത്ത് ഒരുപാട് മിശ്രിതം പുറത്തേക്ക് പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം മുറിച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നാവും. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിൽ ടൈറ്റാക്കി കൊടുക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അന്ന് ചെയ്തതിൻ്റെ ഒരു അവശിഷ്ടമാണ്. ഇതൊക്കെ ഓരോ ഓർമ്മക്ക് അവിടെ തന്നെ വെച്ചതാണ്. എങ്കിൽ മാത്രമേ എനിക്ക് മൂഡ് വന്നുകൊണ്ട് വീണ്ടും രണ്ടാമത് ചെയ്യുള്ളൂ. അത് കാണുമ്പോൾ ഉള്ള ഒരു ഇടങ്ങേറിൽ എല്ലാ പ്രാവശ്യവും ഇത് ഈ പ്ലാവിൽ തന്നെ നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം 2 എണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തതും ഇതുപോലെ ഒരു കമ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുള്ള കത്തി കൊണ്ട് വരയിട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടി വെച്ച് കെട്ടുകയാണ്. ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. സാധാരണ നമ്മൾ ചകിരിയിൽ ഈ പറഞ്ഞ മിശ്രിതമൊക്കെ നിറച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളൊരു സുഹൃത്ത്, ഒരു പരിചയക്കാരൻ മാഷുണ്ട്, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നന്നാവും എന്ന് പറഞ്ഞിട്ടാണ് ഈ രീതി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്തും ഒരുപാട് ആൾക്കാർക്ക് ഈ രീതി വിജയിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്കിലും വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ പ്ലാവിൽ നമ്മൾ ലെയർ ചെയ്യുകയാണെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാനാണെങ്കിലും അത് പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലും മികച്ച രീതിയിൽ ഈ മിശ്രിതം തയ്യാറാക്കാൻ അറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ലെയറിങ്ങിനായാലും തൈ പുതിയതായിട്ട് പിടിപ്പിക്കുന്നതിനായാലും നമ്മൾ ഈ രീതിയിലാണ് മിശ്രിതം തയ്യാറാക്കാറ്. അതിനായിട്ട് 1 കപ്പ് നിറച്ച് മണ്ണ്, 1 കപ്പ് നിറച്ച് ചാണകപ്പൊടി, 1 കപ്പ് ചകിരിച്ചോറ്, ഇത് 3 കൂടി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം പാടെ കൂട്ടിങ്ങാണ്ട് ഒന്ന് നനച്ച്, അത് നമ്മുടെ പുട്ടുപൊടിനെക്കാട്ടിലും കുറച്ചും കൂടി നനവാക്കിയിട്ട് ആ നനവിലാണ് ഇപ്പോൾ നമ്മളിതിൽ ഈ ചെറിയ കുഞ്ഞു ബാഗ് നിറക്കുന്നത്. അപ്പോൾ നിറച്ചതിന് ശേഷം നമ്മളത് ഒന്ന് ടൈറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് വെക്കണം. വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പപ്പട കവർ പോലത്തെ കവറാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചെറിയ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പിടിച്ച് കിട്ടുന്ന സമയത്ത് അത് വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിലെ തന്നെ സപ്പോട്ട പഴുത്ത് നിൽക്കുന്നുണ്ട്, ആ സപ്പോട്ടയും കൂടി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറിക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ സാധാരണ നമുക്ക് ഇങ്ങനെ തന്നെ മരത്തിൻ്റെ മുകളിൽ തന്നെ പഴുത്ത് കിട്ടാറില്ല. പക്ഷേ ചിലതൊക്കെ ഇപ്രാവശ്യം കിട്ടി. ഇതിന് മുന്നേ 2-3 കായൊക്കെ ഉണ്ടാവുള്ളായിരുന്നു. ഇപ്രാവശ്യം നമ്മളൊരു കുറച്ച് ചാണകപ്പൊടിയും എല്ലും പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് കണ്ടൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് കായ കൂടുതലാണ്. ഏതായാലും ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത കവർ എടുത്തുങ്ങാണ്ട് റബ്ബർ ബാൻഡ് ഇട്ടുങ്ങാണ്ട് ടൈറ്റ് ആക്കുകയാണ്. അപ്പോൾ ലീക്കൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എങ്കിലും ചില ഇത് ലീക്ക് പോലെ തോന്നിയപ്പോൾ അതിൽ നമ്മൾ ഒരു കവറും കൂടി എക്സ്ട്രാ കയറ്റി കൊടുത്തു. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് മുകളിൽ വെച്ച് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ വെച്ച് കെട്ടുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നത് ശ്രദ്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതിന് മുന്നേ നമ്മൾ ലെയർ ചെയ്തിരുന്നതൊക്കെ മഴക്കാലത്തായിരുന്നു. അപ്പോൾ ഈ വേനൽക്കാലത്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം പുറത്ത് പോകാത്ത രീതിയിൽ നമ്മൾ അടച്ച് കെട്ടിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വിജയിക്കും എന്നില്ല 1-2 അഭിപ്രായങ്ങൾ വന്നുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്തു നോക്കാൻ വിചാരിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നാരകത്തിലാണ്, അതായത് ഇന്ന് നമ്മളൊരു മാരത്തോൺ ലെയറിങ് പരീക്ഷിക്കുകയാണ്. സപ്പോട്ട, നാരങ്ങ, പേരക്ക, പ്ലാവ്, ഈ 4 ഫലവൃക്ഷങ്ങളിലും ഒരു 4-5 പീസ് ലെയറിങ് ആണ് ചെയ്യാൻ പോകുന്നത്. മൊത്തം ഏകദേശം 15ഓളം ബാഗ് നമ്മൾ നിറക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ബാഗ് നിറക്കുന്നത്
ചെറിയ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ കവറുണ്ടല്ലോ, ഈ പപ്പടത്തിൻ്റെയൊക്കെ പാക്ക് ചെയ്ത് വരുന്ന ഏകദേശം ആ വലിപ്പം ഉള്ള കവറിലാണ് ഇപ്പോൾ നമ്മളിത് നിറക്കുന്നത്. അപ്പോൾ നിറക്കാനായിട്ട് നമ്മൾ 1 കപ്പ് ചാണകപ്പൊടി, 1 കപ്പ് ഇത് കല്ലില്ലാത്ത മണ്ണ്, 1 കപ്പ് നമ്മളെ അവിടെയാണ് കൂടുതൽ വേര് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മളിത് നമ്മൾ ചെറിയ കുഞ്ഞു ബാഗ് വെച്ച് കെട്ടുന്ന സമയത്ത് അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തങ്ങാണ്ട് എല്ലാ സൈഡും മണ്ണ് തട്ടി നിൽക്കണമെങ്കിലും ആ സൈഡ് കൂടുതൽ തട്ടുന്ന രീതിയിൽ വേണം വെച്ച് കെട്ടിക്കൊടുക്കാൻ. ഈ പറയുന്ന സീഡ്ലെസ് ലെമണിൽ നമ്മൾ ഒരുപാട് ചെയ്ത ലെയറിംഗ് ഒക്കെ 90% വിജയിച്ചിട്ടുണ്ട്. ഇതിലുണ്ടാകുന്ന നാരങ്ങയാണെങ്കിൽ ഒരു 3 നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 കിലോൻ്റെ അടുത്ത്, അറ്റ്ലീസ്റ്റ് 4 നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കിലോ കാണാറുണ്ട്. അത്രയും വലിയ നാരങ്ങയാണ് ഉണ്ടാകാറ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ചെറിയ നാരങ്ങയാണ്. ഇനി ഇത് നല്ല വലുപ്പം വെക്കും. ഒരു നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ലൈം അടിക്കാനൊക്കെ തികയും. വട്ടത്തിൽ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറാണ്. ആവശ്യത്തിന് ഓരോ പീസ് എടുത്തെങ്ങാണ്ട് നമ്മളത് ഉപയോഗിക്കും. അങ്ങനെയാണ്. ഇതിൽ അച്ചാർ ഇട്ടത് അത്യാവശ്യം ടേസ്റ്റായിട്ട് കാണുന്നുണ്ട്. പിന്നെ ലൈമ് മാത്രമേ നമ്മൾ അടിക്കാറുള്ളൂ. നാടൻ നാരങ്ങ പോലെ അത്ര ഒരു ക്വാളിറ്റി ഒന്നും ഇതിന് പ്രതീക്ഷിക്കരുത്. എങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ വളങ്ങളോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കായ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നാരകത്തിൽ ഇപ്പോൾ നമ്മൾ 4 എണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ രണ്ടാമത്തെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നല്ല മുള്ളാണ്. നല്ല മുള്ളായതുകൊണ്ട് തന്നെ ഇത് വെച്ച് കെട്ടി റെഡിയാക്കി എടുക്കാൻ ഒരുപാട് സമയം, അതായത് ബാക്കിയുള്ള മാവും പ്ലാവിൽ എടുക്കുന്ന പോലെയല്ല, ഇതിന് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. നമ്മുടെ വീടിൻ്റെ മതിലിനോട് ചേർന്നാണ് ഈ കാണുന്ന നാരങ്ങ ഉള്ളത്. അപ്പോൾ ഇത് അപ്പുറത്തെ വീട്ടിലേക്ക് വളർന്ന സമയത്ത് ഒരുപാട് വെട്ടിക്കളയായിരുന്നു. അപ്പോൾ വെട്ടിക്കളയുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കമ്പിലിപ്പോൾ ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാനിങ് തുടങ്ങിയത്. ഏതായാലും അത് വിജയിച്ചു എന്ന് പറയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പേരക്കയാണ്. പേരക്കയിൽ ഈ പറഞ്ഞ പോലെ തന്നെ കിലോ പേര ഇനത്തിൽപ്പെട്ട ഒരു വെള്ള പേരക്കയാണിത്. അപ്പോൾ ഇതിൻ്റെ പേരക്കേൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തതാണ്. ഏതായാലും ഇതിലും നമ്മളൊരു 4-5 പീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾക്ക് ലെയറിങ് പഠിക്കുന്ന സമയത്ത് വലിയ വലിയ കമ്പിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് ലെയർ ചെയ്തതിന് ശേഷം വേര് വന്ന സമയത്ത് നമുക്കത് വേറൊരാൾക്ക് കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ മാറ്റി കുഴിച്ചിടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം മുതലാണ് ഇപ്പോൾ ഈ ചെറിയ കമ്പിൽ ഇത് ചെയ്തെങ്ങാണ്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് ചെറിയ കമ്പിലാണ് ചെയ്യുന്നത്. ഇതിലും 4-5 പ്രാവശ്യം 4-5 കമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഏകദേശം 2 ഇഞ്ച് നീളത്തിൽ ഒരു മുറിവുണ്ടാക്കി അവിടുത്തെ തൊലി കളഞ്ഞതിന് ശേഷം, തൊലി കളയുന്ന സമയത്ത് നല്ലോണം തൊലി കളയണം. അവിടെ ഒരു തൊലീൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൊലി കട്ടി വന്നുകൊണ്ട് അതിലൂടെ ഇത് നമ്മൾ വേര് പിടിക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളെ കയ്യിലുള്ള റൂട്ടിംഗ് ഹോർമോൺ തേച്ച് അവിടെ നമ്മുടെ നേരത്തെ നിറച്ച് വെച്ച മിശ്രിതം, മിക്സ് ചെയ്ത മിശ്രിതം നമ്മളവിടെ വെച്ച് കെട്ടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ടൈറ്റാക്കി കെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. കെട്ടുന്ന സമയത്ത് മുറിവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ മിശ്രിതം പുറത്തേക്ക് പോകാം. എങ്കിലും അതൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വെച്ച് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് വെള്ളക്കുളമ്പ് എന്ന് പറഞ്ഞ മാവിനുണ്ടല്ലോ, അതിലാണ് നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് വ്യത്യസ്ത വെറൈറ്റികൾ നമ്മളിതിൽ കൊടുങ്ങാണ്ട് ഗ്രാഫ്റ്റ് ചെയ്തങ്ങാണ്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കായ പിടിക്കാത്തൊരു കൊമ്പ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ലെയർ ചെയ്യുന്നത്. ഇതിലൊരുപാട്, അതായത് ചെറിയ നിലത്താണ് വെച്ചിട്ടുള്ളത്. നിലത്ത് തന്നെ ഒരുപാട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പരീക്ഷിക്കുന്നതുകൊണ്ട് ഒരുപാട് കമ്പുകൾ നിലത്ത് തന്നെ ഉണ്ട്. നമ്മൾ പ്രൂണൊന്നും ചെയ്ത് കൊടുക്കാതെ തന്നെ ഒരുപാട് കമ്പുകൾ താഴെ അതായത് അധികം ഉയരം വെക്കാതെ താഴെ തന്നെ ഉഷാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇല്ല പീസ് വെട്ടി കളയാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ നിർത്തിയത്. ഈ മാവിൽ തന്നെ ഒരു 6 വെറൈറ്റിയോളം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇതൊന്നും കായ്ക്കാത്തൊരു കൊമ്പിൽ നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ 2 പീസും കൂടി ഇതിൽ തന്നെ നമ്മൾ ലെയർ ചെയ്യുന്നുണ്ട്. മാവിൽ നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു 70% സക്സസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 30% പോയിട്ടുണ്ട്. അത് ഒരു പക്ഷേ പണി ശരിക്കും പഠിക്കാത്തതുകൊണ്ടാകും. ഇപ്പോൾ പഠിച്ചു എന്നല്ല, എങ്കിലും
ഞാൻ ബാക്കിയുള്ള ഇത് പ്ലാവിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല. നാരകത്തിൽ ഒരുപാട് വിജയിച്ചിട്ടുണ്ട്, പേരക്കയിലൊക്കെ ഒരുപാട് വിജയിച്ചിട്ടുണ്ട്, ചാമ്പക്ക് വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ചക്ക, അതായത് ചക്കപ്പഴം, സീതപ്പഴം എന്നൊക്കെ പറയുന്ന ആ വെറൈറ്റികളിലൊക്കെ നമ്മൾ ഒരുപാട് ലെയർ ചെയ്ത് അടക്കം ഒരുപാട് തൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും ആർക്കും പൈസക്കൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതുപോലെ കുടുംബത്തിലൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കാറ്. നമ്മൾ ഒരു ത്രില്ലിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ കച്ചവടത്തിനൊന്നുമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ്, ഏതെങ്കിലും വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന 5 പേർക്ക് ഈ കാണുന്ന ചിക്കു ഉണ്ടോ, ഈ കാണുന്ന ചിക്കു ഏകദേശം ഒരു 40-45 വർഷമെങ്കിലും പഴക്കമുള്ള അതാണ്. ഇതിൽ നാടനാണിത്. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ, അതായത് ഞാൻ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മമ്മ സപ്പോട്ട, അതായത് സപ്പോട്ട ചിക്കു ഇത് പഴുപ്പിച്ച് തരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി തീരെ കട്ടിയില്ലാതെ, പഴുത്ത് കഴിഞ്ഞാൽ തീരെ കട്ടിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ പഴുത്ത് കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം നേരെ വായിലേക്ക് ഇടാറായിരുന്നു. അതായത് തൊലി കളയില്ല, തൊലി അടക്കം ചവച്ച് കഴിക്കുമായിരുന്നു. അത്രയും സോഫ്റ്റ് ആയിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അത്ര കട്ടിയോ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ കുരു തുപ്പിക്കളയായിരുന്നു പതിവ്. ഏതോ ഒരു നാടനാണ്, ഇതിൻ്റെ പേര് ചോദിച്ചറിയില്ല. ഏതായാലും ഈ സാധനം നമ്മളിപ്പോൾ കടയിലൊന്നും വാങ്ങാൻ കിട്ടാൻ ചാൻസ് കുറവാണ്. 90-99% കടയിലും വാങ്ങാൻ കിട്ടാൻ ഉള്ള ചാൻസ് ഇല്ല. നമ്മുടെ വീടിൻ്റെ ഏരിയയിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഇത് മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 90% വീടുകളിലും ഇതിപ്പോൾ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇത് എങ്ങനെയോ ഇവിടെ വീട്ടിൽ നശിച്ചു പോകാതെ നിന്നതാണ്. ബാക്കിയുള്ള മരങ്ങളൊക്കെ, പ്ലാവും മാവൊക്കെ വെട്ടിക്കൊടുത്തപ്പോഴും ഇത് വീടിൻ്റെ മുന്നിലായതുകൊണ്ട് ചെറിയൊരു തണലിൽ നിന്നുള്ള ലെവലിൽ നിർത്തിയതായിരുന്നു. ഇതിൽ ഇപ്പോൾ ഇത്തലൊക്കെ കയറിക്കാണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇനത്തിൽപ്പെട്ട 5 തൈകൾ ഈ വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത 5 പേർക്ക് നമ്മൾ ഷിപ്പിംഗ് ചാർജ് അടക്കം വീട്ടഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. വീഡിയോക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫലവൃക്ഷങ്ങളിൽ ഗ്രാഫ്റ്റിങ്ങോ ലെയറിങ്ങോ ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.